വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകളെല്ലാം തന്നെ ഇറക്കിയതിനു ശേഷം തൂത്തുക്കുടിയിലേക്ക് പോയ സമയത്താണ് എൽസ 3, അതായത് MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട് കടലിലേക്ക് മുങ്ങിയത്. ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് കൂടുതലായിട്ട് 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്നാണ് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ കസ്റ്റംസും പോലീസും ഇപ്പോൾ പുറത്തേക്ക് വിടുന്ന സൂചനകൾ. ചാവക്കാട് തീരത്ത് അടിഞ്ഞ ഒരു കണ്ടെയ്നറിൽ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഉപകരണങ്ങൾ, അതായത് മെറ്റൽ ലിങ്കുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ മെഷീൻ ഗണ്ണുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് ഉപകരണങ്ങളാണ് ആ ഒരു കണ്ടെയ്നറിൽ നിന്നും കണ്ടെത്തിയത്. അതായത് നേരത്തെ ഈ MSC എൽസ 3 എന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരെ തൂത്തുക്കുടിയിലേക്ക് പോയപ്പോൾ തന്നെ എല്ലാ കണ്ടെയ്നറും, ഈ 640 കണ്ടെയ്നർ വിഴിഞ്ഞത്തേക്ക് ഇറക്കാനുള്ളതല്ല, മറ്റു പല തുറമുഖത്തേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും ഇറക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു അപകടമായ ഒരു വസ്തുവുണ്ട്. അത് മെഷീൻ ഗണ്ണ്. ഇതിൽ കൂടെ കടൽ മാർഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഇതിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നൊരു സംശയമാണ് ഇതിൽ ഉയർന്നത്. അതിലൊരു ആദ്യ പടിയാണ് മെഷീൻ ഗണ്ണുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിലേക്കുള്ള ഒരു സാധ്യത എന്തെങ്കിലും ഒരു ശത്രു രാജ്യം നടത്തുന്നുണ്ടോ എന്നടക്കമാണ് ഇനി അടുത്ത് അന്വേഷിക്കുന്നത്. കാരണം ഒരു മെഷീൻ ഗൺ ഉൾപ്പെടെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ NIA അതോടൊപ്പം തന്നെ IB ഉൾപ്പെടെയുള്ളവർ, റോ അടക്കമുള്ള ഏജൻസികളുടെ ഒരു അന്വേഷണം ഇതിലേക്ക് കൂടി എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.